ഹലോ ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതും സെക്കൻഡ് മൊഡ്യൂളാണ്. ഓക്കെ, സോ നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ശരിക്കും രണ്ട് പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചത് അത്രയും റെഫറൻസ് മോഡലാണ്. ദാറ്റ് ഈസ് OSI റെഫറൻസ് മോഡലും അതുപോലെ തന്നെ TCP/IP പ്രോട്ടോക്കോൾ സ്യൂട്ടും. ആ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ടും സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടിലുള്ളത്. പിന്നെ അഡ്രസ്സിങ് എന്ന് പറയുന്ന ഒരു ചെറിയ പോർഷനും അതും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി സെക്കൻഡ് ഹാഫ് വരുമ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്നത് ഡേറ്റാ ലിങ്ക് ലെയർ. ഡേറ്റാ ലിങ്ക് ലെയറിൻ്റെ ഡ്യൂട്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് OSI റെഫറൻസ് മോഡലിൻ്റെ സെക്കൻഡ് ലെയറാണ് ഡേറ്റാ ലിങ്ക് ലെയർ. നമ്മൾ ഡേറ്റാ ലിങ്ക് ലെയറിൻ്റെ ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ട്. ധാരാളം ഡ്യൂട്ടീസ് ഉണ്ട്. അതിൽ ഒരു ഡ്യൂട്ടി നമ്മൾ പറഞ്ഞിരുന്നു, എറർ കൺട്രോൾ. ഓക്കെ, നമ്മൾ ഡേറ്റ നെറ്റ്വർക്കിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എറേഴ്സ് വരാം, ഡെഫിനറ്റ്ലി എറേഴ്സ് വരാം. അങ്ങനെ എറേഴ്സ് വന്നാൽ ആ എറേഴ്സിനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ അങ്ങനെ വരുന്ന എറേഴ്സിനെ നമ്മൾ കറക്റ്റും ചെയ്യണം. നമ്മളല്ല ചെയ്യുന്നത്. ഈ രണ്ട് ഡ്യൂട്ടീസും പെർഫോം ചെയ്യുന്നത് ഡേറ്റാ ലിങ്ക് ലെയറാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ഡേറ്റാ ലിങ്ക് ലെയറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് എന്തെന്ന് പറയുന്നത്, എറർ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ എറർ കൺട്രോൾ ഡേറ്റാ ലിങ്ക് ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിനകത്ത് കുറേ കുട്ടി കുട്ടി മെക്കാനിസംസ് ഉണ്ട്. ആ ഓരോരോ മെക്കാനിസംസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും ഒക്കെയാണ് ഇനി നമ്മൾ അങ്ങോട്ടേക്കുള്ള സെക്ഷനിൽ പഠിക്കുക. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു ഡേറ്റാ ലിങ്ക് ലെയറിൻ്റെ ഡ്യൂട്ടിയാണ് എറർ കൺട്രോൾ എന്നുള്ളത് പറഞ്ഞു. ദെൻ വാട്ട് ഡു യു മീൻ ബൈ ആൻ എറർ? ഒരു എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഒരു എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതായത് എറർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, നമ്മൾ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഡേറ്റ ഈ പറയുന്നത് പോലെ ഒരു ബൈനറി പാറ്റേണിലായിരിക്കും പോകുന്നുണ്ടാവുക. അല്ല എങ്കിൽ ചില സമയത്ത് അത് സിഗ്നൽ ആയിട്ടായിരിക്കും, ദാറ്റ് ഈസ് എന്താ പറയുക, പൾസസ്, ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസ് ആയിട്ടായിരിക്കും ചിലപ്പോൾ പോകുന്നുണ്ടാവുക. ഡിപ്പെൻഡ്സ് ടു ദ മീഡിയം. ഓക്കെ, സോ എന്താണ് ഒരു എറർ എന്ന് പറഞ്ഞാൽ? എറർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ചേഞ്ച്. എന്താ പറഞ്ഞത്? എറർ എന്ന് പറഞ്ഞാൽ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ചേഞ്ചിനെയാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒറ്റൊരു സെൻറ്റൻസിൽ നമുക്ക് പറയാം, എറർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ അൺവാണ്ടഡ് ചേഞ്ച് ഇൻ ഡേറ്റ. ഓക്കെ, സെൻഡർ അയക്കുന്ന ഡേറ്റയിൽ നിന്നും എന്തെങ്കിലും ഒരു ചേഞ്ച് ആ ഡേറ്റയിൽ ഉണ്ടായാൽ അതൊരു അനാവശ്യമായ ചേഞ്ചാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എറർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ അൺവാണ്ടഡ് ചേഞ്ച് ഇൻ ഡേറ്റ. ഓക്കെ, സോ ഇപ്പോൾ മനസ്സിലായി. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പം ഞാൻ ഇങ്ങനെ ആണ് എൻ്റെ സിഗ്നലിനെ അയക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അത് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന സമയത്ത് അത് ഇങ്ങനെ ആയിപ്പോയാലോ? ഇറ്റ്സ് ആൻ എറർ അല്ലേ? സെൻഡർ അയച്ച ഡേറ്റയുടെ അല്ലെങ്കിൽ സിഗ്നലിൻ്റെ പാറ്റേൺ ഇതാണ്, പക്ഷെ ചേഞ്ച് വന്ന് ഇങ്ങനെ ആയിപ്പോയി. ഇറ്റ്സ് ആൻ അൺവാണ്ടഡ് ചേഞ്ച് ആൻഡ് ഇറ്റ് റിസൾട്ട്സ് ഇൻ ആൻ എറർ. ഓക്കെ, സോ ഇങ്ങനെ വരുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ചേഞ്ചിനെ, അല്ല ഇനിയിപ്പോൾ നിങ്ങൾ അയക്കുന്നത് ബൈനറി ആണെന്ന് വിചാരിക്കുക, നിങ്ങൾ അയച്ചത് 100 എന്നാണ്, പക്ഷെ റിസീവറിൽ എത്തിയത് 101 എന്നാണ്. ദാറ്റ് ഈസ് ഒരു ബിറ്റിൽ ഇവിടെ ചേഞ്ച് വന്നു ഇല്ലേ? ദാറ്റ്സ് ഓൾസോ ആൻ എറർ. സോ ഒറ്റൊരു സെൻറ്റൻസ് വാട്ട് യു മീൻ ബൈ എറർ എന്ന് ചോദിച്ചാൽ എറർ ഈസ് ആൻ അൺവാണ്ടഡ് ചേഞ്ച് ഇൻ ഡേറ്റ. ഓക്കെ, സോ ഇനി നമ്മൾ പറയും ടൈപ്സ് ഓഫ് എറേഴ്സ്. ഏതൊക്കെ ടൈപ്സ് ഓഫ് എറേഴ്സ് ആണ് ഉള്ളത്? സോ വി ഹാവ് മെയിൻലി 2 ടൈപ്സ് ഓഫ് എറേഴ്സ്. രണ്ട് തരത്തിലുള്ള എറേഴ്സ് ആണ് സാധാരണഗതിയിൽ നമുക്ക് വരുന്നത്. സോ ആ എറേഴ്സ് എന്ന് പറയുന്നത്, first type is single bit error and the second one is burst error. Okay, we have 2 types of errors, single bit error and burst error. Okay, ഇത് രണ്ടും എന്താണെന്നുള്ളത് നോക്കാം.
നമ്മൾ നോക്കാൻ പോകുന്നു എന്താണ് സിംഗിൾ ബിറ്റ് എറർ, എന്താണ് ബേസ്റ്റ് എറർ. ഓക്കെ, സിംഗിൾ ബിറ്റ് എറർ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്. നിങ്ങൾ നോക്കുക, ഇതാണ് ഞാൻ അയക്കുന്ന ഡേറ്റ എന്ന് വിചാരിക്കുക. ഓക്കെ, സോ സെൻറ്റർ അയക്കുന്ന ഡേറ്റയാണ് ഈ കാണിച്ചിരിക്കുന്നത് 00000010. ഓക്കെ, റിസീവർ ഈ ഡേറ്റേനെ സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക 00 അങ്ങനെ തന്നെ റിസീവ് ചെയ്തു, 000. ഇവിടെ സെൻറ്റർ അയച്ചിരുന്ന ഡേറ്റ 0 എന്നാണ്, പക്ഷേ റിസീവർ അത് റിസീവ് ചെയ്തത് 1 എന്നാണ്. ഓക്കെ, ദെൻ ബാക്കിയുള്ളത് 00 തന്നെ, 11 തന്നെ, 00 തന്നെ. അതായത് സെൻറ്റർ ഒരു ഡേറ്റേനെ അയക്കുന്നു, റിസീവർ അത് റിസീവും ചെയ്തു, പക്ഷേ ഒരു ബിറ്റ് പൊസിഷനിൽ മാത്രം എറർ വന്നു. ഒരു ബിറ്റ് പൊസിഷനിൽ മാത്രം, ഒരൊറ്റ ബിറ്റ് പൊസിഷനിൽ മാത്രം എറർ വരുമ്പോൾ അങ്ങനെയുള്ള എറേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിംഗിൾ ബിറ്റ് എറർ. മനസ്സിലായോ? അതായത് ഒന്നുകിൽ സിംഗിൾ ബിറ്റ് എറർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു 0 1 ആയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു 1 0 ആയിട്ടുണ്ടാകും. ഒരു പ്രാവശ്യം മാത്രം, അല്ലെങ്കിൽ ഒരൊറ്റ ബിറ്റ് പൊസിഷനിൽ മാത്രമേ എറർ ഉണ്ടാകുള്ളൂ, വേറെ ഉള്ള ഒരിടത്തും എറർ ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ള എറേഴ്സിനെയാണ് നമ്മൾ സിംഗിൾ ബിറ്റ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, വേറാസ് സെക്കൻഡ് കാറ്റഗറി ഓഫ് എറേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്റ്റ് എറർ. ബേസ്റ്റ് എറർ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം പൊസിഷനിൽ എറേഴ്സ് വന്നിട്ടുണ്ടാകും. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മളുടെ സെൻറ്റർ അയക്കുന്ന ഡേറ്റ. സെൻറ്റർ അയക്കുന്ന ഡേറ്റ, ഇത് റിസീവർ റിസീവ് ചെയ്യുന്ന ഡേറ്റയാണ്. ഓക്കെ, 00 ആയിട്ട് തന്നെ റിസീവ് ചെയ്തു, 11 ആയിട്ട് തന്നെ റിസീവ് ചെയ്തു, 00 ആയിട്ട് തന്നെ റിസീവ് ചെയ്തു. ഇനി നോക്കുക, സെൻറ്റർ അയച്ച ഡേറ്റ 0 ആയിരുന്നു, പക്ഷേ റിസീവ് ചെയ്തത് 1 എന്നാണ്. ഒരു ബിറ്റ് പൊസിഷനിൽ എറർ വന്നു. ഇനി വീണ്ടും സെൻറ്റർ അയച്ച ഡേറ്റ 0 എന്നായിരുന്നു, പക്ഷേ റിസീവർ റിസീവ് ചെയ്തത് 1 എന്നാണ്. ഓക്കെ, ദെൻ നോക്കൂ, 1 അയച്ചിട്ടുണ്ട്, അത് 1 ആയിട്ട് തന്നെ റിസീവ് ചെയ്തു, 0 ആയിട്ട് തന്നെ റിസീവ് ചെയ്തു. പിന്നെ അയച്ചത് 0 ആണ്, പക്ഷേ മെഷീൻ റിസീവ് ചെയ്തത് 1 എന്നാണ്. മനസ്സിലായോ? ദെൻ 0 ആയിട്ട് തന്നെ റിസീവ് ചെയ്യുന്നു, 1 ആയിട്ട് തന്നെ റിസീവ് ചെയ്യുന്നു. സെൻറ്റർ 0 അയച്ചു, പക്ഷെ റിസീവർ റിസീവ് ചെയ്തത് 1 എന്നാണ്. ഓക്കെ, ദെൻ 0 ആയിട്ട് തന്നെ റിസീവ് ചെയ്തു, 0 ആയിട്ട് റിസീവ് ചെയ്തു, 0 തന്നെ, 1 ആയിട്ട് റിസീവ് ചെയ്തു, 1 ആയിട്ട് റിസീവ് ചെയ്തു. എന്ന് പറഞ്ഞാൽ എന്താണ് ബേസ്റ്റ് എറർ എന്ന് പറഞ്ഞാൽ? മോർ ദാൻ 1 ബിറ്റ് പൊസിഷനിൽ എറർ വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒന്നിലധികം എറേഴ്സ് ഉണ്ട്. നമ്മൾ അയക്കുന്ന ഡേറ്റയിൽ ഒന്നിലധികം ബിറ്റ് പൊസിഷനിൽ എറേഴ്സ് ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള എറേഴ്സിനെയാണ് നമ്മൾ ബേസ്റ്റ് എറർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ദെൻ ഒരു കാര്യം കൂടിയുണ്ട്. ഈ ബേസ്റ്റ് എററിൽ തന്നെ നമ്മൾ പറയുന്ന ഒരു ടേമാണ് ലെങ്ത് ഓഫ് ദ എറർ. ലെങ്ത് ഓഫ് എറർ. ലെങ്ത് ഓഫ് എറർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക, റിസീവറിൽ ഏത് ബിറ്റ് പൊസിഷൻ മുതലാണ് എറർ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ എറർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് 1 2 3 4. ഇവിടെ തൊട്ടാണ് എറർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. 1 2 3 4. ഓക്കെ, ദെൻ എവിടം വരെ എറേഴ്സ് ഉണ്ടായിരുന്നു നമ്മൾ അനലൈസ് ചെയ്തതാണ്. അപ്പം നമ്മൾ കണ്ടതാണ് ഇത്രയും വരെ എറേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ എത്ര ബിറ്റ്, എത്ര ലെങ്ത്തിൽ, എത്ര ബിറ്റ്സ് ഇതിൻ്റെ ഇടയിലുണ്ടെന്ന് നോക്കുക. 1 2 3 4 5 6 7 8. സോ നമ്മളുടെ ലെങ്ത് ഓഫ് ദ എറർ എന്ന് പറയുന്നത് 8 ആണ്. പ്രത്യേകം മനസ്സിലാക്കുക, 8 ബിറ്റ് പൊസിഷനിൽ എറർ വന്നു എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഫസ്റ്റ് എറർ ഒക്കർ ചെയ്ത പൊസിഷൻ തൊട്ട് ലാസ്റ്റ് നമ്മൾ എറർ കണ്ടുപിടിക്കുന്ന പൊസിഷൻ വരെയുള്ള ബിറ്റ്സിൻ്റെ എണ്ണമാണ്. ഓക്കെ, മേക്ക് ദ പോയിന്റ് ക്ലിയർ.
നമ്മൾ എന്താണ് പറയുന്നത്? ലെങ്ത് ഓഫ് ദ എറർ അല്ലെങ്കിൽ ബേസ്റ്റ് ലെങ്ത് എന്നൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് എറർ വന്ന ബിറ്റ് പൊസിഷൻ തൊട്ട് ലാസ്റ്റ് എവിടെ വരെയാണ് ആ എറർ ഉണ്ടായത് അല്ലെങ്കിൽ കറപ്ഷൻസ് ഉണ്ടായത് ആ നമ്പറിൻ്റെ ടുഗെദർ ആണ് നമ്മൾ ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഒക്കറൻസ് ഓഫ് ദ കറപ്ഷൻ, അതിൻ്റെ കൗണ്ടിനെയാണ് നമ്മൾ ലെങ്ത് ഓഫ് എറർ അല്ലെങ്കിൽ ബേസ്റ്റ് ലെങ്ത് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ 2 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ടിൽ നൗ. എന്താണ് ഒരു എറർ എന്ന് പറഞ്ഞു. എറർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ അൺവാണ്ടഡ് ചേഞ്ച് ടു ദ ഡേറ്റ. Then we have 2 types of errors, that is single bit error and burst error. സിംഗിൾ ബിറ്റ് എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ അയക്കുന്ന ഡേറ്റയിൽ ഒരു ബിറ്റ് പൊസിഷനിൽ മാത്രം എറർ വരുന്നു. വേറാസ് ബേസ്റ്റ് എറർ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 ബിറ്റ് പൊസിഷനിൽ എറർ വരുന്നു. അങ്ങനെയുള്ള എറേഴ്സിനെ ബേസ്റ്റ് എറർ എന്ന് പറയും. ദെൻ എവിടം തൊട്ട് എവിടം വരെയാണ് എറേഴ്സ് വന്നത്, ആ അത്രയും ബിറ്റ്സിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ ലെങ്ത് ഓഫ് ദ എറർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ പുതിയൊരു കോൺസെപ്റ്റ് പറയാൻ വേണ്ടി പോകുവാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കോൺസെപ്റ്റാണ് റിഡൻഡൻസി. എന്താണ് റിഡൻഡൻസി എന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ പറഞ്ഞു ഡേറ്റാ ലിങ്ക് ലെയറിൻ്റെ ഡ്യൂട്ടിയാണ് എറർ ഉണ്ട് എങ്കിൽ ആ എററിനെ ഡിറ്റക്റ്റ് ചെയ്യണം, ആ എററിനെ ഈ പറയുന്നത് പോലെ കറക്റ്റ് ചെയ്യുകയും വേണം. അത് ഡേറ്റാ ലിങ്ക് ലെയറിൻ്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഡേറ്റാ ലിങ്ക് ലെയർ ഈ ഡ്യൂട്ടി പെർഫോം ചെയ്യുക? എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ബൈ യൂസിങ് ദ കോൺസെപ്റ്റ് റിഡൻഡൻസി. ഓക്കെ, സോ എന്താണ് റിഡൻഡൻസി എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇപ്പോൾ ഞാൻ അയക്കുന്ന ഡേറ്റ ഇതാണെന്ന് വിചാരിക്കുക. ഓക്കെ, എൻ്റെ ഒറിജിനൽ ഡേറ്റ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഈ ഡേറ്റയുടെ കൂടെ ഞാൻ കുറച്ച് എക്സ്ട്രാ ബിറ്റ്സിനെ ആഡ് ചെയ്യും. ഞാൻ എന്തിനെ ആഡ് ചെയ്യും? ഞാൻ കുറച്ച് എക്സ്ട്രാ ബിറ്റ്സ് ഒറിജിനൽ ഡേറ്റയുടെ കൂടെ കുറച്ച് എക്സ്ട്രാ ബിറ്റിനെയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്യുന്ന എക്സ്ട്രാ ബിറ്റിനെയാണ് നമ്മൾ പറയുന്നത് റിഡൻഡൻസി ബിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? റിഡൻഡൻസി ബിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറിജിനലി അയക്കേണ്ട ഡേറ്റ എന്തോ ആ ഡേറ്റയുടെ കൂടെ കുറച്ച് സം മോർ ബിറ്റ്സിനെ കൂടെ ആഡ് ചെയ്യുന്നു. ഇങ്ങനെ ആഡ് ചെയ്യുന്ന ബിറ്റ്സിനെ വി വിൽ കോൾ ഇറ്റ് ആസ് റിഡൻഡൻസി ബിറ്റ്സ്. ഓക്കെ, ദെൻ എന്തിനാണ് ഈ എക്സ്ട്രാ ബിറ്റ്സിനെ ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇൻ കേസ് ഓഫ് എന്തെങ്കിലും ഒരു എറർ ഹാപ്പൻ ചെയ്താൽ ആ എററിനെ ഡിറ്റക്റ്റ് ചെയ്യണം, നമുക്കതിനെ കറക്റ്റ് ചെയ്യണം. ആ എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ നടക്കുന്നത് ഈ പറയുന്ന എക്സ്ട്രാ ബിറ്റ്സിൽ കൂടെയാണ്. അല്ലെങ്കിൽ എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ നടക്കുന്നത് നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്ത ആ ബിറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, സോ ഒറിജിനൽ ഡേറ്റയുടെ കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് വിടും, കുറച്ച് ബിറ്റ്സിനെ ആഡ് ചെയ്ത് വിടും. ആൻഡ് ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ്, അല്ലെങ്കിൽ അങ്ങനെ അഡീഷണൽ ബിറ്റ്സിനെ നമ്മൾ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിഡൻഡൻസി എന്ന് പറയുന്നത്. മനസ്സിലായോ? റിഡൻഡൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പീറ്റ് ചെയ്യുക എന്നോ അല്ലെങ്കിൽ കൺജസ്റ്റഡ് കുറച്ചും കൂടെ ഡേറ്റയെ അതിലേക്ക് ആഡ് ചെയ്യുന്നതിനെയാണ്. സോ റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ ഫോർ ദ പേർപ്പസ് ഓഫ് എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ വി വിൽ ആഡ് സം എക്സ്ട്രാ ബിറ്റ്സ് ടു ദ ഒറിജിനൽ ഡേറ്റ. മനസ്സിലാവുന്നോ? സോ അങ്ങനെ ഒറിജിനൽ ഡേറ്റയുടെ കൂടെ നമ്മൾ എക്സ്ട്രാ ബിറ്റിനെ ആഡ് ചെയ്ത് വിടുന്നതിനെയാണ് നമ്മൾ റിഡൻഡൻസി എന്ന് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ റിഡൻഡൻറ്റ് ബിറ്റ് ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കണം. എറർ വന്നാൽ
അല്ലെങ്കിൽ എററിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യപ്പെട്ട എററിനെ കറക്റ്റ് ചെയ്യാൻ വി ഹാവ് നീഡ് ദീസ് ടൈപ്സ് ഓഫ് ബിറ്റ്സ്. സോ അതിനെയാണ് നമ്മൾ റിഡൻഡൻസി എന്ന് പറയുന്നത്. സോ ഈ കോൺസെപ്റ്റ് ഓർത്തിരിക്കുക. ഇത് വെച്ചിട്ടാണ് ഇനി അങ്ങോട്ടേക്കുള്ള ക്ലാസ്സസ് എല്ലാം പോകാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന അടുത്ത ഒരു ടേം ആണ് ഡിറ്റക്ഷൻ വേഴ്സസ് കറക്ഷൻ. എറർ ഡിറ്റക്ഷൻ വേഴ്സസ് എറർ കറക്ഷൻ. സോ ആ ടേമിൽ തന്നെയുണ്ട് എറർ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവർ ജസ്റ്റ് നോക്കും എറർ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം ചെക്ക് ചെയ്യും. ഓക്കെ, എറർ ഉണ്ടോ ഇല്ലയോ, വെദർ ദ എറർ ഇസ് പ്രസന്റ് ഓർ നോട്ട്, അത് മാത്രം നോക്കുന്ന മെക്കാനിസത്തിനെയാണ് നമ്മൾ എറർ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. വേറസ് എറർ കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ ഫൈൻ, നമുക്ക് മനസ്സിലായി എറർ ഉണ്ട് എന്ന് മനസ്സിലായി, ദെൻ റിസീവർ കുറച്ച് മെക്കാനിസംസ് ഒക്കെ പെർഫോം ചെയ്യും ആ എററിനെ കറക്റ്റ് ചെയ്യാൻ. മനസ്സിലായോ? സോ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ എറർ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം ഐഡന്റിഫൈ ചെയ്യുന്നു, ദാറ്റ് ഈസ് ഡിറ്റക്ഷൻ. വേറസ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ എറർ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ വി ഹാവ് ടു കറക്റ്റ് ഇറ്റ്, അല്ലേ? ആ കറക്റ്റ് ചെയ്യേണ്ട മെക്കാനിസംസ് ആണ് കറക്ഷനകത്ത് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നാച്ചുറലി ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ സംഭവം അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. സോ കമ്പാരിറ്റീവ്ലി ഡിറ്റക്ഷൻ ഇസ് എ സിമ്പിൾ പ്രോസസ്. വേറസ് കറക്ഷൻ, എറർ ഉണ്ട്, ഓക്കെ അതിനെ കറക്റ്റ് ചെയ്ത് ശരിയാക്കി എടുക്കണം, ദാറ്റ് പ്രോസസ് ഇസ് ലിറ്റിൽ ബിറ്റ് കോംപ്ലെക്സ്. ഓക്കെ, ഇപ്പോൾ കോവിഡിൻ്റെ ഒക്കെ ടൈമാണല്ലേ, ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്, ചുമ്മാ പോയി ഒരു ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്താൽ മതി. സോ ദാറ്റ് ഇസ് ആ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈസി. പക്ഷേ അതിൽ നിന്നും ക്യൂർ ആയി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റിൽ ബിറ്റ് ടഫ്, അല്ലേ? എന്ന് പറയുന്ന പോലെ തന്നെ എറർ എന്ന് പറയുന്നത് ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഇറ്റ്സ് ഈസി, ബട്ട് അതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ലിറ്റിൽ ബിറ്റ് കോംപ്ലെക്സ് പ്രോസസ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു എറർ ഡിറ്റക്ഷനും ഉണ്ട് കറക്ഷനും ഉണ്ട്. ഇനി നമ്മൾ പറയാണ് എറർ കറക്ഷനിൽ നമുക്ക് രണ്ട് തരത്തിലാണ് സാധാരണഗതിയിൽ എററിനെ കറക്റ്റ് ചെയ്യുക. ഒന്നുകിൽ ആ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് എറർ കറക്ഷൻ, അല്ല എങ്കിൽ റീട്രാൻസ്മിഷൻ. രണ്ട് മെത്തേഡ്സ് ഉണ്ട് എററിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ എന്താണ് ഇതിൻ്റെ മെത്തേഡ് എന്ന് ചോദിച്ചാൽ ഫോർവേഡ് എറർ കറക്ഷൻ എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്നും ഡേറ്റ റിസീവറിലെത്തി. ഓക്കെ, റിസീവറിന് മനസ്സിലായി എറർ ഉണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, ബട്ട് എറർ ഉണ്ട് എന്ന് റിസീവറിന് മനസ്സിലായിട്ട് റിസീവർ ഒറ്റയ്ക്ക്, റിസീവർ അലോൺ ട്രൈസ് ടു കറക്റ്റ് ദാറ്റ് എറർ. മനസ്സിലായോ? ഞാൻ അയച്ച ഡേറ്റ റിസീവറിൽ ചെന്നു. ഓക്കെ, റിസീവറിന് മനസ്സിലായി ഓക്കെ ഞാൻ അയച്ച ഡേറ്റയിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് വൈൽ ട്രാൻസ്മിഷൻ. അപ്പോൾ റിസീവർ എന്ത് ചെയ്യുമെന്നറിയോ? റിസീവർ അവിടെ ഇരുന്ന് തന്നെത്താനെ ആ ഡേറ്റയെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ദാറ്റ് ഈസ് ഫോർവേഡ് എറർ കറക്ഷൻ. വേറസ് റീട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ സെൻഡർ ഡേറ്റയെ സെൻഡ് ചെയ്തു, റിസീവറിലെത്തി, റിസീവർ അതിൽ എററിനെ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവർ അവിടെ ഇരുന്ന് സെൻഡറിനോട് പറയും എറർ വന്നിട്ടുണ്ട്, വീണ്ടും ഡേറ്റയെ റീട്രാൻസ്മിറ്റ് ചെയ്തോ. മനസ്സിലായോ? എറർ വന്ന ഡേറ്റയിൽ യാതൊരുവിധ ആക്ടിവിറ്റീസും ഈ സെക്കൻഡ് മെത്തേഡിൽ ചെയ്യില്ല. എറർ ഉണ്ടോ അത് പറയും, ഫൈൻഡ് ചെയ്തിട്ടുണ്ട് എററിനെ, സെൻഡറിനോട് വീണ്ടും ഡേറ്റയെ സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയും. സോ ആ രീതിയിൽ അപ്പോൾ എന്ത് പറ്റും? സെൻഡർ വീണ്ടും ഡേറ്റയെ അയച്ചു കൊടുക്കും. ഓക്കെ, സോ എറർ ഇല്ലാത്ത ഡേറ്റയെ റിസീവ് ചെയ്യുന്നത് വരെ ഈ റീട്രാൻസ്മിഷൻ എന്നുള്ള പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, സോ രണ്ട് തരത്തിൽ നമുക്ക് എററിനെ കറക്റ്റ് ചെയ്യാം. ഒന്നുകിൽ ഫോർവേഡ് എറർ കറക്ഷൻ ഓർ റീട്രാൻസ്മിഷൻ. ഫോർവേഡ് എറർ കറക്ഷൻ എന്ന് പറഞ്ഞാൽ റിസീവർ എററിനെ ഡിറ്റക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ റിസീവർ തന്നെ ആ എററിനെ കറക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും. അതിനുവേണ്ടി ഇഷ്ടംപോലെ മെക്കാനിസംസ് ഉണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു മെക്കാനിസം ഓപ്റ്റ് ചെയ്തിട്ട് അത് ആ എററിനെ കറക്റ്റ് ചെയ്തെടുക്കും. അല്ല റീട്രാൻസ്മിഷൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എങ്കിൽ
റിസീവർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. റിസീവർ എററിനെ ഡിറ്റക്ട് ചെയ്താൽ അത് സെൻറ്ററിലേക്ക് മെസ്സേജ് കൊടുക്കും, വന്നിരിക്കുന്ന ഡേറ്റ മിസ്റ്റേക്ക് ആണ്, ഡേറ്റയെ വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യാൻ പറയും, വീണ്ടും സെൻറ്ററിൽ നിന്നും റിസീവറിലേക്ക് കൊടുക്കാനായിട്ട് പറയും. ഓക്കെ, ദാറ്റ് ഈസ് forward error correction and retransmission. And we have one more little topic, that is coding. Coding. എന്താണ് കോഡിംഗ്? കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞല്ലോ റിഡൻഡൻസി, അല്ലെങ്കിൽ റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒറിജിനൽ ഡേറ്റയുടെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന കുറച്ച് എക്സ്ട്രാ ബിറ്റ്സ് ആണ്. ഓക്കെ, സോ ഈ എക്സ്ട്രാ ബിറ്റ്സിനെ അല്ലെങ്കിൽ ഈ റിഡൻഡൻറ്റ് ബിറ്റിനെ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക? അല്ലേ, എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും, അല്ലാതെ വെറുതെ നമ്മൾ കുറച്ച് ബിറ്റ്സിനെ എക്സ്ട്രാ ആഡ് ചെയ്ത് വിടുകയല്ല ചെയ്യുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് റിഡൻഡൻറ്റ് ബിറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിഡൻഡൻറ്റ് ബിറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആ മെക്കാനിസം ഉണ്ട്, ആ മെക്കാനിസത്തിനെയാണ് വി വിൽ കോൾ ഇറ്റ് ആസ് കോഡിംഗ്. കോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെക്കാനിസം ഫോർ ക്രിയേറ്റിംഗ് റിഡൻഡൻസി ബിറ്റ്. മെക്കാനിസം ഫോർ ക്രിയേറ്റിംഗ് റിഡൻഡൻസി ബിറ്റ്സ്. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾ റിഡൻഡൻസി ബിറ്റിനെ ജനറേറ്റ് ചെയ്യുന്നത്? ബൈ മേക്ക് യൂസ് ഓഫ് സർട്ടൻ പ്രോസസ്സസ്. ആൻഡ് ആ പ്രോസസ്സുകളെയാണ് നമ്മൾ കോഡിംഗ് എന്നുള്ള വാക്ക് വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് റിഡൻഡൻസി ബിറ്റ്സിനെ ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ചെറിയ ഫിഗറായിട്ട് നമ്മൾ പറയും, അതും കൂടെ കാണിക്കാം. ഇനി എങ്ങനെയാണ് ഈ കോഡിംഗ് പെർഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നോക്കുക, ഇതാണ് നമ്മളുടെ സെൻറ്റർ മെഷീൻ, ഇതാണ് നമ്മളുടെ റിസീവർ മെഷീൻ. ഓക്കെ, സെൻറ്റർ മെഷീൻ ഒറിജിനൽ ഡേറ്റയെ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ഒറിജിനലി അയക്കേണ്ടുന്ന ഡേറ്റ എന്താണോ ആ ഡേറ്റയെ ഈ പറയുന്ന അതിനെയാണ് നമ്മൾ മെസ്സേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഡേറ്റയെ അതെടുത്തു. ദെൻ ഈ സെൻറ്ററിനകത്ത് ഒരു റിഡൻഡൻസി ബിറ്റ് ജനറേറ്റർ ഉണ്ട്. ഓക്കെ, ആ റിഡൻഡൻസി ബിറ്റ് ജനറേറ്ററിൻ്റെ ഡ്യൂട്ടിയാണ് റിഡൻഡൻസി ബിറ്റ്സിനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ റിഡൻഡൻസി ബിറ്റായിട്ട് 0, 1 ജനറേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ സെൻറ്റർ എന്തായിരിക്കും അയക്കുന്നത്? ഒറിജിനൽ ഡേറ്റ പ്ലസ് ഈ പറയുന്ന റിഡൻഡൻസി ബിറ്റിനെ ആയിരിക്കും അയക്കുന്നത്. അപ്പോൾ ഒറിജിനൽ ഡേറ്റ എന്ന് പറയുന്നത് 1, 0, 0, അതിൻ്റെ കൂടെ ഈ റിഡൻഡൻസി ബിറ്റ് 0, 1 കൂടെ ആഡ് ചെയ്യും. ദെൻ ഈ ഡേറ്റേനെ ആയിരിക്കും സെൻറ്റർ റിസീവറിലേക്ക് അയച്ചു കൊടുക്കുന്നത്. ഓക്കെ, റിസീവർ എന്ത് ചെയ്യും? ഈ പറയുന്ന ഡേറ്റേനെ ഇവിടെ റിസീവ് ചെയ്യും. ഓക്കെ, റിസീവറിൽ ഒരു ചെക്കർ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഓക്കെ, ആ ചെക്കർ നോക്കും, ഈ വന്നേക്കുന്ന ഡേറ്റ വെച്ചിട്ട് നോക്കും വന്നിരിക്കുന്ന ഡേറ്റ കറക്റ്റ് ആണോ, അല്ല എറർ ഉണ്ടോ. ദാറ്റ് ഈസ് എററിനെ അതവിടെ ഉണ്ട് എങ്കിൽ അതിനെ അവിടെ ഡിറ്റക്റ്റ് ചെയ്യും. ഓക്കെ, അല്ല എററൊന്നും ഇല്ല എന്നാണെങ്കിൽ ആ ഡേറ്റേനെ മാത്രം എടുത്ത് ഈ സെക്ഷനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. മനസ്സിലായോ? സോ സെൻറ്ററിൽ ഒരു ജനറേറ്റർ ഉണ്ട്, റിഡൻഡൻസി ബിറ്റിനെ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ജനറേറ്റർ ഉണ്ട്. ഒറിജിനൽ ഡേറ്റനെയും ഈ റിഡൻഡൻസി ബിറ്റിനെയും കൂടെ ചേർത്തിട്ടാണ് ഇത് അയച്ചു കൊടുക്കുന്നത് റിസീവറിലേക്ക്. റിസീവർ ആ ഇൻഫർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ റിസീവറിൻ്റെ കയ്യിൽ ഒരു ചെക്കർ പോർഷൻ ഉണ്ട്. ആ പോർഷൻ വെച്ച് നോക്കും ഈ വന്നിരിക്കുന്ന ഡേറ്റ കറക്റ്റ് ആണോ. ആണ് എങ്കിൽ ഒരു പ്രശ്നവുമില്ല, ആ ഡേറ്റേനെ മാത്രം, ദാറ്റ് ഇസ് 1, 0, 0 എന്ന് പറയുന്ന ഡേറ്റേനെ മാത്രം റിസീവറിലേക്ക് കൊടുക്കും. അല്ല എന്നാണെങ്കിൽ എററിനെ ഡിറ്റക്റ്റ് ചെയ്താൽ പിന്നെ അത് എററിനെ കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സിലേക്ക് അത് പോകും. മനസ്സിലായോ? സോ ഈ രീതിയിലാണ് നമ്മൾ കോഡിംഗ്, അല്ലെങ്കിൽ കോഡിംഗ് എന്നുള്ള കോൺസെപ്റ്റ് ഇതാണ്. റിഡൻഡൻസി ബിറ്റിനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കോൺസെപ്റ്റ്. ഓക്കെ, ദെൻ ഇനി അങ്ങോട്ടേക്കുള്ള ക്ലാസ്സിൽ നമ്മൾ എന്താണ് കോഡിംഗ് എന്നുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഓക്കെ, സോ ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ ഡൗട്ട്സ് ഉണ്ടോ വെച്ചാൽ ചോദിക്കാം.